നമ്മളെ ഇനി വരുന്ന ന്യൂ ജനറേഷൻ പമ്പൈസിന്റെ ജനറേഷനാണ് അല്ലേ? നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും, എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എന്റെ വീട് വേറെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വീടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുതിയ ജനറേഷൻ പമ്പൈസ് ജനറേഷനാണ്. അതുകൊണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ ന്യൂ ജനറേഷൻ ആണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ അവർ പറയുന്നത്? നിങ്ങൾ പമ്പൈസ് ജനറേഷനാണ്. അതുകൊണ്ട് ഉമ്മാന്റെ കുപ്പായത്തിൽ ഞങ്ങൾ കാട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്മാനോട് കടപ്പാടില്ല എന്ന് തോന്നണ്ട. ആ ഉമ്മയല്ലാതെ പിന്നെ ആരാണടോ നിനക്ക് ക്ലീൻ ആക്കി തന്നത്? വേറെ ഏതോ ക്ലീനർ വന്ന് ക്ലീൻ ആക്കി തന്നതാണോ? അന്ന് കുപ്പായത്തിൽ കാട്ടിച്ചിട്ടുണ്ടാകാം, ഇന്ന് നീ പമ്പൈസിലായിട്ടുണ്ടാകാം. ഇരിക്കട്ടെ, അത്തരം ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴേക്ക് നമ്മളെ മക്കളെ മനസ്സിൽ നമ്മളോട് സ്നേഹം കുറയുന്നുണ്ടോ എന്നൊരു ചിന്ത കൂടി നമുക്ക് മറന്നുപോയിക്കൂടാ. അതുകൊണ്ട് പമ്പൈസ് ധരിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നജസിൽ നിന്ന് രക്ഷ നേടാൻ നല്ലതായിരിക്കാം, പക്ഷേ രാത്രിയിലും പകലിലും വ്യത്യാസമില്ലാതെ ശരീരത്തിലേക്ക് നജസ് വെട്ടി വെച്ച് കെട്ടി കൊടുത്തിട്ട് കഴിച്ചു മാറ്റാൻ ഒരു 25 രൂപ കൂടുതൽ ചെലവാകുമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ മടിയുടെ കടുപ്പത്തിന്റെ പേരിലോ ശരീരത്തിൽ നജസ് കെട്ടിവെച്ച് കൊടുത്തിട്ട് കുട്ടികളെ ശരീരത്തിൽ നജസുമായി കൂടുതൽ സമയം കഴിച്ചു കൂട്ടുന്ന സമയമായാൽ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും അടുക്കുന്നതിൽ നിന്ന് അകന്നു പോകാൻ ചിലപ്പോൾ അത് കാരണമായാൽ നമ്മളെ മക്കൾ ഇതുപോലെ പിൽക്കാലത്ത് വലുതാകുമ്പോ പമ്പൈസ് ജനറേഷനാണ് ഞങ്ങൾ ന്യൂ ജനറേഷനാണ്. അതിന്റെ ഒരു പുതിയ വേഷനാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പേര് പമ്പൈസ് ഇത് പറഞ്ഞില്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പഴയ കാലത്തുള്ള ഉപ്പാപ്പമാരെയൊക്കെ തള്ളി പറയുന്ന വിവരദോഷികളായി നമ്മളെ മക്കൾ അതപ്പതിച്ചു പോയാൽ പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദം